ഇന്നലെ രാത്രി പെയ്ത വേനൽ മഴയ്ക്ക് ശേഷം കണിയാപുരത്തിന്റെ അവസ്ഥയുടെ ഒരു ദൃശ്യം പുറത്തേക്ക് വന്നിട്ടുണ്ട്. റെയിൽവേ ഗേറ്റിന് തൊട്ടടുത്തായിട്ട് സ്വിമ്മിംഗ് പൂൾ രൂപപ്പെട്ടു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കണ്ടു. ദേ ദൃശ്യം അങ്ങോട്ട് നോക്കിയേ. രാത്രി മുഴുവൻ ഈ പ്രദേശത്തുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ സ്റ്റക്കടിച്ച് നിൽക്കേണ്ട അവസ്ഥ വന്നു. ഈ ഒരു സാഹചര്യം സംജാതമാകാൻ കാരണം മഴക്കാലത്തിന് മുന്നോടിയായിട്ട് പ്രദേശത്തെ ഓടകൾ ശുചീകരിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടതെന്നാണ് നാട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ അജ്മൽ സലീം എന്ന വ്യക്തി ഈ ദൃശ്യം പങ്കുവെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം ഈ ദൃശ്യം പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: കണിയാപുരം റോഡിലെ സ്വിമ്മിംഗ് പൂൾ അണ്ടൂർക്കോണം പഞ്ചായത്തിൽ വരണമെങ്കിൽ നീന്തൽ നിർബന്ധമായിരിക്കണം. നീന്തൽ അറിയാത്തവർക്ക് സൗജന്യ പരിശീലനം. നന്ദി നന്ദി 1000 നന്ദി അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക്. ഇതാവണമെടാ പഞ്ചായത്ത് ഭരണം. ഇതാണ് അജ്മൽ സലീം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന പോസ്റ്റും ഇതിനോടൊപ്പം ഈ വെള്ളം കുത്തിത്തുറന്നു വിടാൻ വേണ്ടി പ്രദേശത്തെ ചെറുപ്പക്കാർ നടത്തുന്ന ഇടപെടലും ആ ദൃശ്യത്തിലുണ്ട്. എന്തായാലും വേനൽക്കാലം അവസാനിക്കാറായിരിക്കുകയാണ്. ഏകദേശം ഇനി 10-12 ദിവസത്തിനകം വേനൽ മഴ മാറി സംസ്ഥാനത്ത് കാലവർഷം എത്തിച്ചേരാൻ പോവുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ പലതും മഴക്കാലത്തിന് മുന്നോടിയായിട്ട് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് ഓടകളെല്ലാം ക്ലീൻ ചെയ്യാത്ത അവസ്ഥ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ്. കനത്ത ഒരു വേനൽ മഴ പെയ്തപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ വരുന്ന കാലവർഷം കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം മഴ കൂടാനാണ് സാധ്യത. കാര്യം ഇക്കഴിഞ്ഞ വേനൽക്കാലത്ത് കേരളത്തിൽ ഉഷ്ണതരംഗം കൂടുതലായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വേനൽ മഴ നേരത്തെ എത്തിയത്. സ്വാഭാവികമായിട്ടും ആ പ്രതിഭാസം കാലവർഷത്തിലും പ്രതിഫലിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തുടനീളം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇപ്പോഴിതാണ് അവസ്ഥയെങ്കിൽ വരും കാലത്ത് ആ പ്രദേശവാസികളെ കാത്തിരിക്കുന്നത് കൊടിയ ദുരിതമാണ്. എന്തായാലും ട്രോളാനാണെങ്കിൽ കൂടിയും പോസ്റ്റിട്ട വ്യക്തി അണ്ടൂർക്കോണം പഞ്ചായത്തിലേക്ക് എത്തണമെങ്കിൽ നീന്തൽ പരിശീലനം നിർബന്ധമാണെന്ന് പറയുമ്പോൾ വരുന്ന കാലവർഷം ഒരുപക്ഷെ ആ വാക്കുകളെ അന്വർത്ഥമാക്കാനാണ് സാധ്യതയെന്ന് പറയേണ്ടി വരികയാണ്.